Hello, welcome back to my new video. അപ്പോൾ ഞാൻ ഇന്ന് ചൂസ് ചെയ്ത ടോപ്പിക്ക് സ്മോൾ ബിസിനസ് ഇൻ ദുബായ്. അപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്തൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ബിസിനസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന സ്ഥിതിക്ക് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഒരാളുടെ ക്വസ്റ്റ്യൻ മാത്രമല്ല, പല പേർക്കും ഈ സംശയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വ്ളോഗ് ഇന്ന് നമുക്ക് ചെയ്യാം കേട്ടോ. ഈവനിങ് 5:30 ആയിട്ടുണ്ട്. അപ്പോൾ വെയിലൊക്കെ അത്യാവശ്യം പോയി. അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ ചൂടൊന്നുമില്ല, കാറ്റുമില്ല, രണ്ടുമില്ല, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഉഷ്ണം കാര്യങ്ങളും അങ്ങനെ പ്രത്യേകിച്ച് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ പൊതുവേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അധികം ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങാറില്ല. പൊതുവേ ഈവനിങ് സമയത്താണ് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങണത്. അപ്പോൾ ഈ സമയത്തുനിന്നാകുമ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് വെയിലില്ലാണ്ട് നമുക്ക് എവിടെ പോകാൻ വെച്ചാൽ നമുക്ക് പോകാൻ പറ്റും സുഖമായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ മിക്ക ആൾക്കാരും നടന്നിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് പോണത്. ഇപ്പോൾ ബസ് സ്റ്റോപ്പ് ആയാലും ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പൊന്നും ഇല്ല. അപ്പം നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ്സ് നടന്നിട്ടാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോണത്, ദുബായ് സൈഡിലേക്ക് പോകാനായിട്ടൊക്കെ. അപ്പോൾ നടക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് എവിടെ ഇപ്പോൾ ദുബായ് സൈഡിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെങ്കിൽ പോലും നമുക്ക് നടന്നിട്ട് വേണം സ്റ്റോപ്പിലേക്ക് ഒന്ന് എത്താനായിട്ട്. സ്വന്തം വണ്ടിയൊക്കെ ഉള്ളവർക്ക് പിന്നെ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് സുഖമായിട്ട് പോകാം. പക്ഷെ വണ്ടി ഇല്ലാത്തവരും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈവനിങ് സമയത്താണ് പുറത്തേക്ക് ഇറങ്ങുന്നത് കുറച്ചും കൂടി ബെറ്റർ. അൽനാദ പാർക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം കേട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ വ്ളോഗ്സിലൊന്നും ഈ അൽനാദ പാർക്കൊന്നും കാണിച്ചിട്ടില്ല തോന്നുന്നു. അപ്പം നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം. കണ്ടില്ലേ, നല്ല ട്രാഫിക്കാണ് ഈ സമയത്ത് തന്നെ, അത്യാവശ്യം വണ്ടികളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഈ ലുലു, നെസ്റ്റോ, പിന്നെ ഡേ ടു ഡേ, എവറി ഡേ, ഇതൊക്കെ കുറേ സൂപ്പർ മാർക്കറ്റ്സ് ഇവിടെ പല ബ്രാഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ മെയിൻലി എന്ന് പറയുന്നത് നമ്മുടെ ലുലു ആണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഹൈപ്പർ മാർക്കറ്റ്. ദുബായ് ഫുൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 500 ബ്രാഞ്ചെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ എവിടെ ചെന്നാലും ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബ്രാഞ്ചസ് കാണാൻ പറ്റും. അതേപോലെ നെസ്റ്റോ ഉണ്ട്, നെസ്റ്റോയുടെ ഹൈപ്പർ മാർക്കറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എല്ലാവിടെയും നല്ല അത്യാവശ്യം നല്ല ഓഫേഴ്സും അതേപോലെ നല്ല കളക്ഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ അൽനാദ പാർക്കിലെത്തിയിട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ലോങ് വീഡിയോസിൽ ഈ അൽനാദ പാർക്ക് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും ഇവിടെ വരാൻ വിചാരിച്ചു. കുറേ ദിവസങ്ങളായി ഇവിടെ വന്നിട്ട്. മോള് അത്യാവശ്യം കുറേ ദിവസങ്ങളായിട്ട് ബോറടിച്ചിരിക്കുക വീട്ടിൽ. ഞാൻ ഡെൻറ്റൽ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്ന കാരണം ആൾ ഭയങ്കരമായിട്ട് ബോറടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ലീവാണ്, അപ്പോൾ ഇന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം കാര്യങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളും ഷോപ്പിങ്ങും മറ്റു ഗ്രോസറി ഷോപ്പിംഗ് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് മോള് പറഞ്ഞ അമ്മ നമുക്ക് അല്ലാത്ത പാർക്കിൽ പോയാലോ. അപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നു. ഈ സമയത്ത് അത്യാവശ്യം നല്ല റഷായിരിക്കും, പക്ഷെ രാത്രി നേരത്തൊക്കെ കുറച്ചും കൂടി കൂടുതൽ. കാരണം ഒരു 7 o'clock ഒക്കെ കഴിഞ്ഞ റഷ് കുറച്ചും കൂടി കൂടും. അപ്പോഴാണ് ആൾക്കാരൊക്കെ ജോലി വിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് റഷ് കുറച്ചും കൂടി കൂടുന്നത്. ഇപ്പോൾ നല്ല അത്യാവശ്യം വലിയൊരു പാർക്കാണ്. നല്ല ചെടികളും മരങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആട്ടോ. അവിടെ എനിക്ക് ഭയങ്കര റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ ഇരിക്കാനായിട്ട്. പിന്നെ അപ്പോൾ ഇവിടെ ചുറ്റും ഗ്രാസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാസൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് താഴെ ഇരുന്ന് എന്താ പറയുക, താഴെ ചുമ്മാ ഒന്ന് ഇരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് മുട്ടുന്ന പ്രശ്നമുള്ള കാരണം എനിക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല. ഡോക്ടർ സ്ട്രിക്റ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട് താഴെ ഇരിക്കാൻ പാടില്ല എന്നുള്ളത്. കണ്ടില്ലേ, ഈ ഗ്രാസ് കാണുമ്പോൾ സത്യം തന്നെ കൊതിയാവും ഇതിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യാനാണ്, നമ്മുടെ മുട്ട് പ്രശ്നമായി പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. അതായത് എന്തൊക്കെ ബിസിനസ് ആയിട്ട് നമുക്കിവിടെ ദുബായിൽ തുടങ്ങാൻ പറ്റുന്നുള്ളത്, പ്രത്യേകിച്ച് ലേഡീസിനെ പറ്റിയ ബിസിനസ്സാണ് ഞാൻ പറയുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ദുബായിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ട്യൂഷൻ സെൻറ്ററായിട്ട് നമുക്ക് തുടങ്ങാം. ട്യൂഷൻ സെൻറ്റർ അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ട്യൂഷൻസ് എടുക്കാൻ പറ്റും. നമ്മൾ ട്യൂഷൻ എടുക്കുമ്പോൾ ഏകദേശം നമുക്ക് പെർ സ്റ്റുഡൻറ്റ് വെച്ചിട്ട് ഒരു 300 to 400 ദിർഹംസ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും.
അപ്പോൾ 300-400 ദിർഹംസ് ഒക്കെ പറയുമ്പോൾ നാട്ടിലത്തെ ഓൾമോസ്റ്റ് ഒരു 8,000-8,500 റേഞ്ചിലൊക്കെ വരും. ഇപ്പം നമുക്ക് ട്യൂഷൻ നമുക്ക് അത്യാവശ്യ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റും ഇവിടെ എന്ന് പറയുമ്പോൾ ഫാമിലീസ്, അതായത് പാരൻസിന് സത്യം പറഞ്ഞാൽ ടൈമില്ല, കുട്ടികൾക്ക് പഠിപ്പിക്കാനായിട്ട് ടൈമില്ല. അതുമാത്രമല്ല ഇവിടുത്തെ കുറച്ചൊരു കോൺസെപ്റ്റ്, ഇത് പഠിത്തത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ സമയത്ത് ഇവിടെ തിങ്ക് ആൻഡ് റൈറ്റ് ദി ആൻസേഴ്സ് അങ്ങനത്തെ ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഗ്രേഡ് 1 തൊട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഡിഫിക്കൾട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നമുക്ക് സമയം വേണം, ആക്ച്വലി പഠിപ്പിക്കാൻ നല്ല ഒരു സമയം നമുക്ക് വേണം. അപ്പോൾ ഇപ്പോഴത്തെ പേരൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലോ 7 to 8 o'clock ആവും അവർ വീട്ടിലെത്താൻ തന്നെ, ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്താൻ തന്നെ ആ ഒരു സമയമാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ ഒരു 10 മണിയാവും. പിന്നെ ഇവിടുന്ന് പഠിപ്പിക്കാനുള്ള സമയം. അപ്പോഴാണ് ഈ ട്യൂഷൻ ഭയങ്കരമായിട്ട് ഇവിടെ നല്ലൊരു ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ട്യൂഷൻസ് തുടങ്ങുന്നത്. അപ്പോൾ അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലൈസൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര കമ്പൾസറിയാണ് ഇവിടെ. അപ്പം അതൊരു പോയിൻ്റാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേബി സിറ്റിംഗ് ബിസിനസ് അതും ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സാണ് ലേഡീസിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മിക്ക ലേഡീസും, അതായത് പാരൻസും വരുന്നത് ഓൾമോസ്റ്റ് ഒരു 7 to 8 PM സമയത്താണ് വീട്ടിലെത്തുന്നത്. സോ ആ ഒരു സമയം വരെ ബേബി സിറ്റിംഗ് നമുക്ക് എന്തായാലും വേണം. കാരണം ഇവിടെ അത്യാവശ്യം ആൾക്കാർ അവരുടെ പാരൻസിനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് എത്രയോ ആൾക്കാരുണ്ട് അവരുടെ പാരൻസിനെ കൊണ്ടുവരാൻ പറ്റാത്തവർ. സോ നമുക്ക് ബേബി സിറ്റിംഗ് അത്രത്തോളം ഇവിടെ നല്ലൊരു ബിസിനസ്സായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഏകദേശം ഒരു 700 to 1,500 2,000 വരെ ഏകദേശം ദിർഹംസാണ് മന്ത്ലി എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ മന്ത്ലി നമുക്ക് അത്രയും ഒരു എമൗണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ബിസിനസ് ഓപ്ഷൻ തന്നെയാണ്. ഇൻ കേസ് ഇഫ് യു ആർ എ ഹൗസ് വൈഫ് സംതിങ്, അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ് നമുക്ക് ഈസിയായിട്ട് തുടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി കണ്ടെത്തും വരെ നമുക്ക് ഇതൊരു ബിസിനസ്സായിട്ട് നമുക്ക് കൊണ്ട് നടത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസിനസ് ഉണ്ട്. പിന്നെ വേറൊരു ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറ്ററിംഗ് സർവീസ്, അത് മെസ് എന്ന് പറയുമ്പോൾ അതായത് കാറ്ററിംഗ് സർവീസ്, അതും ഭയങ്കര നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അവിടെ തന്നെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ മെസ്സ് നടത്തുന്നവരാണ്, ഇന്ത്യൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ആർക്കും ഒന്നിനും സമയമില്ല. രാവിലെ നേരത്തെ എണീറ്റ് വേഗം പെട്ടി പാക്ക് ചെയ്ത് ജോലിക്ക് പോവുക, രാത്രി 8 മണിക്ക് വരിക, അങ്ങനത്തെ ഉള്ള ലൈഫാണ് ഇവിടെ. അപ്പോൾ ആർക്കും ഫുഡ് ഉണ്ടാക്കാനോ അങ്ങനെ ഒന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സിനെ ഏൽപ്പിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ 3 നേരം നമുക്ക് ഫുഡ് തരും. ഇപ്പോൾ രാവിലെ നമുക്ക് ജോലിക്ക് ലഞ്ച് കൊണ്ടുപോകണമെങ്കിൽ അവർ ഫുഡെല്ലാം പാക്ക് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടിഫിൻ കൊടുത്താൽ മതി, അവർ അതിലൊക്കെ പാക്ക് ചെയ്ത് തന്നോളും. അപ്പോൾ അത് നല്ലൊരു ബിസിനസ് ഓപ്ഷനാണ്. സ്റ്റിച്ചിങ് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ മെയിൻ ജോലി അല്ലാണ്ട് നമുക്ക് സൈഡായിട്ടും വേണമെങ്കിൽ തുടങ്ങാം. ഒരു സൈഡ് ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അത് വേണമെങ്കിൽ തുടങ്ങാം. മെയിൻ ജോലിക്ക് നമ്മൾ പോവുക, അതേ സമയത്ത് സൈഡായിട്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് നല്ലൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഞാൻ ബേബി സിറ്റിംഗ് പറഞ്ഞു, ട്യൂഷൻ സെൻറ്റർ പറഞ്ഞു, സ്റ്റിച്ചിങ് പറഞ്ഞു, അതേപോലെ ഡാൻസ് ക്ലാസ്, ഡ്രോയിങ് ക്ലാസ്സൊക്കെ. ഇത് പിന്നെ നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അത് എടുത്ത് പറയാനില്ല. അപ്പോൾ ഡാൻസ് ക്ലാസ്, ഡ്രോയിങ് ക്ലാസ് ആയാലും അതിനും ഇഷ്ടം പോലെ കുട്ടികളെ ഇവിടെ കിട്ടും. സോ അതും ഒരു ബിസിനസ് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ സെൻറ്റേഴ്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ജിം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ യോഗ സെൻറ്ററായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്, നല്ല പെട്ടെന്ന് ക്ലിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും യോഗ അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ദുബായിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ്, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ആണെങ്കിൽ അവിടെ തന്നെ അത്യാവശ്യം സർട്ടിഫിക്കേഷനൊക്കെ വാങ്ങാം. യോഗ സർട്ടിഫൈഡ് ട്രെയിനർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ധൈര്യമായിട്ട് നമുക്ക് ലൈസൻസൊക്കെ വാങ്ങി നമുക്ക് തുടങ്ങാം. അത് പെട്ടെന്ന് ക്ലിക്കാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് എസ്പെഷ്യലി ഇവിടെ യോഗയുടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രയ്ക്കും ഫാസ്റ്റ് ലൈഫും സ്ട്രെസ്ഫുൾ ലൈഫ് ആയതുകൊണ്ട് തന്നെ യോഗ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലൈഫ് ഇമ്പ്രൂവ് ആവും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അത്ര വെയിലില്ലായിരുന്നു. അപ്പോൾ സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു കേട്ടോ. 7 മണി കഴിഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. കുഴപ്പമില്ല, പുഴുക്കുണ്ട്, പക്ഷേ കുഴപ്പമില്ല, മാനേജബിളാണ്. വന്നിട്ട് ഒരു നാരങ്ങ കലക്കി കുടിച്ചു. അപ്പോൾ എപ്പോഴും നാരങ്ങ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് തല ചുറ്റൽ അങ്ങനത്തെ സംഭവം ഉണ്ടാവാറുണ്ട്. ഈ ചൂട് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ പെട്ടെന്ന് എനിക്ക് തല കറങ്ങും. സോ അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ എപ്പോഴും ഇങ്ങനത്തുള്ള സമയത്തൊക്കെ നാരങ്ങ എപ്പോഴും ഞാൻ സ്റ്റോക്കിൽ വെക്കുന്നത്, ഈ ഒരു കാരണം കൊണ്ടാണ്.
അങ്ങനെ പിന്നെ നമ്മൾ എവിടെ വെച്ചാൽ നിർത്തി, എനിക്ക് തോന്നുന്നു യോഗ അല്ലേ, യോഗനെ കുറിച്ച് എന്തോ സർട്ടിഫൈഡ് ട്രെയിനർ, യോഗ ട്രെയിനറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റിയ ബിസിനസ്സാണ് UAE കേട്ടോ. കാരണം ഞാൻ ഒരു സെൻറ്ററിൽ ഒരു സ്ഥലത്ത് പോലും ഞാൻ യോഗ ക്ലാസ്സസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എല്ലാം ഉള്ളത് ജിമ്മ്, അത് ഞാൻ കുറേ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, ലേഡീസ് മെൻസ് ജിമ്മൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ യോഗ സെൻറ്ററായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗുഡ് ഐഡിയ. നല്ല സക്സസ്ഫുൾ രീതിയിലേക്ക് മാറും അത് കേട്ടോ. അങ്ങനെ പിന്നെ വേറെ ടൈപ്പ് ബിസിനസ് എന്ന് പറയാനുള്ളത്, മെസ്സ് പറഞ്ഞു കഴിഞ്ഞു, യോഗ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഏതാണുള്ളത്, പിന്നെ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഞാൻ ഈ ഒരു സംഭവം ഞാൻ കുറേ നമ്മുടെ ഗൂഗിളിലും കുറേ കാര്യങ്ങൾ ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഇൻഡെപ്ത് നോളജ് ഇല്ല, അതെന്താണെന്നുള്ളത്. മെയിൻലി അതെന്താ വെച്ചാൽ നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിൽ നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങുക, അത് നമ്മൾ വിൽക്കുക, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വിൽക്കുക. ബട്ട് ദെൻ ഇറ്റ്സ് എ പ്രൊലോങ്ഡ് പ്രൊസീജിയർ ആക്ച്വലി. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് അത് എന്താ പറയുക, സക്സസ്ഫുൾ ആയിട്ടില്ല. കാരണം അതിൻ്റെ പിന്നാലെ തന്നെ അത്യാവശ്യം സമയം പോകും നമ്മുടെ. അപ്പം കാരണം നമുക്ക് മെയിൻ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു സെക്കൻഡ് ഹാൻഡ് രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഹസ്ബൻഡ് വൈഫ് രണ്ടും കൂടി ഒന്നിച്ച് ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും ചിലപ്പോൾ നടന്നു എന്ന് വരും കേട്ടോ. ഒരാൾക്ക് മാത്രം അത് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി ഇമ്പോസിബിൾ തിങ്. കാരണം ഒരാൾ മാത്രം ചെയ്യുമ്പോൾ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇൻഡെപ്ത് റിസർച്ച് ചെയ്തിട്ട് വേണം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ. അതേ സമയത്ത് ഒരു ഓർഡർ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ പ്ലേസ്മെൻറ്റ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യം സമയം ഒക്കെ പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് മെയിൻ ഒരു എന്താ പറയുക, ഒരാൾക്ക് രാവിലെ തൊട്ട് ഈവനിങ് ഒരു 5 o'clock വരെയൊക്കെ ജോലിയാണെങ്കിൽ പിന്നെയും നമുക്ക് ഈ സൈഡായിട്ട് നമുക്ക് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങാം. അതേ സമയത്ത് ഈ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മെയിനായിട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ കോൺടാക്ട്സ് ഉള്ള ആൾക്കാർക്ക്. ഓൾറെഡി അവർക്ക് ബിസിനസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ബിസിനസ് ഉണ്ട്, സോ അവർക്ക് അത്യാവശ്യം നല്ല കോൺടാക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കായിരിക്കും ഈ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കുറച്ചുകൂടി അഡ്വാൻറ്റേജസ്. അഥവാ നോർമൽ ആൾക്കാർ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ റീച്ച് കിട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അത് എന്താ പറയുക, നമ്മളൊരു ബിസിനസ് തുടങ്ങി അപ്പോൾ അപ്പം തന്നെ നമുക്കൊരു ഇൻകമായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. പക്ഷേ യെസ്, ഓഫ് കോഴ്സ് ഇൻ ഫ്യൂച്ചർ നമുക്ക് അതിൻ്റെ ഗെയിൻസ് എവറിത്തിങ് എല്ലാം കിട്ടും. അപ്പോൾ പക്ഷേ ഇവിടെ ഞാൻ കണ്ടിടത്തോളം ഇവിടെ UAE മെയിനായിട്ട് നല്ല രീതിയിൽ ഓടുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ ട്യൂഷനും ബേബി സിറ്റിങ്ങും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ബിസിനസ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ബിസിനസ്, അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ ബാക്ക്ഗ്രൗണ്ട്, ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഫ് യു റെഡി ടു ഇൻവെസ്റ്റ് ദാറ്റ് മച്ച് ഓഫ് എമൗണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ്, മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഭയങ്കര ഡിമാൻഡ്ഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് ഇവിടെ. ഞാൻ പറഞ്ഞത് കാരണം 99% ആൾക്കാരോട് മലയാളീസ് ആണ്. അപ്പം മലയാളം റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കേരള ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ തമിഴ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്ന ഒരു ബിസിനസ്സാണ്. അതേ സമയത്ത് ചെറിയ ചെറിയ കഫ്തീരിയ, അപ്പോൾ റെസ്റ്റോറൻ്റ് ആയിട്ട് തുടങ്ങാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കഫ്തീരിയ ആയിട്ട് തുടങ്ങിയാലും മതി. എന്താ പറയുക, ചായക്കടയോ അല്ലെങ്കിൽ സ്നാക്സ് ഷോപ്പായിട്ടോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പഴംപൊരി, വട അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് ബിസിനസ് ഓപ്ഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ആക്ച്വലി. ബിസിനസ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോപ്പ് ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റും. ബിസിനസ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. വെറുതെ നമ്മൾ എന്തെങ്കിലും തുടങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ സപ്പോസ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പ്ലാൻ ഇടുകയാണെങ്കിൽ എനിക്ക് ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് A to Z ഐഡിയാസ് ഉണ്ടായിരിക്കണം. അതേ സമയത്ത് എനിക്കതിൻ്റെ പ്രോഫിറ്റ്സ് എത്രത്തോളം ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങളൊക്കെ മൈൻഡിൽ എനിക്ക് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നിട്ടേ നമ്മൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ബിസിനസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ബിസിനസ്, അതായത് ട്യൂഷൻസ്, പിന്നെ മറ്റേ ബേബി സെറ്റിങ്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അതിൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ നമുക്കത് ധൈര്യമായിട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടോ, അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്യൂഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങാം. അതേപോലെ നിങ്ങൾക്ക് ഒരു കുട്ടീനെ നോക്കാനുള്ള ധൈര്യം ഉണ്ടോ, അപ്പോൾ സുഖമായിട്ട് ഒരു ബേബി സെറ്റിംഗ് തുടങ്ങാം. സോ അതിന് യാതൊരു കുഴപ്പമില്ല. അതേപോലെ ബേബി സെറ്റിങ്ങിന് ഇവിടെ പെർ അവർ ബേസിസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം, ഇപ്പോൾ സപ്പോസ് എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ബേബി സെറ്റിങ്ങിന് കൊണ്ടുവിടാം. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ചാർജസാണ് അവർ വാങ്ങിക്കുക. അപ്പോൾ പെർ അവർ ബേസിസ് ഉണ്ട്, ഫുൾ ഡേ ബേസിസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മണിക്കൂർ നേരത്തേക്കാണോ കുട്ടീനെ അവിടെ ആക്കേണ്ടത്, സോ അതിനനുസരിച്ചിട്ടാണ് എല്ലാ ചാർജസും വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ സോ ഇറ്റ് ക്യാൻ ബി ഗുഡ് ഓപ്ഷൻ ഫോർ യു ഓൾസോ. അങ്ങനെ അപ്പം ഈ ചെറിയ ബിസിനസ് ഐഡിയാസ്, ഐ ഹോപ്പ് ഇറ്റ് വാസ് വെരി അഡ്വാൻറ്റേജസ് ടു യു.
ഇതിൽ എന്തെങ്കിലും കാര്യത്തിന് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. അതേ സമയത്ത് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് 1% തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ കിട്ടണമല്ലോ. നാളെ ഒരു പുതിയൊരു കണ്ടൻറ്റായിട്ട് നമുക്ക് വരാമെന്നുള്ള മോട്ടിവേഷൻ. അപ്പോൾ ഇതും ഒരു മോസ്റ്റ് ഡിമാൻഡഡ് വീഡിയോ ആയിരുന്നു, മോസ്റ്റ് ഡിമാൻഡഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ആക്ച്വലി. സോ അത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തു. അതേപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ദുബായിനെ കുറിച്ച് അറിയണം, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഓർ എൽസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിനെ കാട്ടിലും എനിക്ക് തോന്നുന്നു കൂടുതലും ഈ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഞാൻ സോഷ്യൽ മീഡിയാസിൽ അത്ര ആക്റ്റീവ് അല്ല, ബട്ട് ദെൻ യൂട്യൂബിൽ ഞാൻ പൊതുവെ ആക്റ്റീവാണ്. അപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് കണ്ടൻസും നമുക്ക് ഡെയിലി വ്ളോഗ്സ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാലല്ല, ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഷോർട്സ് മാത്രമല്ല, നല്ല കോമഡി വീഡിയോസും ഉണ്ടാവും, ഫാമിലി കോമഡി എൻ്റർടൈനർ വീഡിയോസൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.